എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എവിടെയെങ്കിലും യാത്രകൾ പോകുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഞാനത് പറയണമെന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് മഹാകാളി ഹില്ലിങ്ങിന് വരുന്ന ഒത്തിരി ആളുകളുടെ വീടുകളിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ വീടിൻ്റെ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ, അല്ലെങ്കിൽ അവിടെ വീടിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും വല്ല സർപ്പക്കാവോ അല്ലെങ്കിൽ അതേപോലത്തെ വേറെ എന്തെങ്കിലും അതുപോലുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ശക്തികൾ, ദൈവികമായ ശക്തികളിരിക്കുന്ന സ്ഥലങ്ങൾ, അത്തരം മുകളിൽ വീട് വെച്ചിട്ടുള്ള ആൾക്കാർ, അളവുകളിലുള്ള പ്രശ്നങ്ങൾ, വരവ് ഇങ്ങനെ പോക്കുവരത്ത് ശക്തികൾ അതിൽ വീടിൻ്റെ ഉള്ളിൽ കൂടി പോവുക, അത്തരം വീടുകളിലുള്ള താമസിക്കുന്ന ആൾക്കാർ ഹീലിംഗ് വരുമ്പോൾ നമ്മൾ വീഡിയോ കോളിൽ ഇരുന്നിട്ടാണ് നമുക്ക് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളും അല്ലെങ്കിൽ അമേരിക്കയിൽ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിലിരിക്കുന്ന ആൾ, അങ്ങനെ എവിടെയെന്ന് പറയാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലിരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവരുടെ എനർജി, അവരുടെ ഓറ നമുക്ക് നോക്കാം, ചക്രം നോക്കാം, അല്ലെങ്കിൽ അവരുടെ എനർജിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അവരുടെ വീടിനകത്തുള്ള എനർജി, ആ വീട്ടിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് അത്രയും വിശദമായിട്ട് നോക്കി പറയാനും കണ്ടുപിടിക്കാനും പറ്റില്ല. അതിനൊരു പരിമിതിയുണ്ട് നമുക്ക്. കാരണം ഞാനിതിനു മുമ്പ് വീഡിയോ പറഞ്ഞതാണ്, ഒരാളുടെ ഹീലിംഗ് ചെയ്തപ്പോൾ ഹീൽ ചെയ്യാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ രാത്രി സമയം 12 മണിയാകുമ്പോൾ അവിടെ ചില എനർജീസ് വീട്ടിൽ വരും, ഇവരെ ബോഡിയിൽ വന്ന് ടച്ച് ചെയ്യും, ഇവർ എനർജി വീണ്ടും മോശമാവും. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും അവരുടെ എനർജി മോശമാവുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷനിലേക്ക് ആവും. നമ്മൾ ചെയ്തതിനുള്ള കുഴപ്പമാണെന്നുള്ള ധാരണ അവർക്ക് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പറയുന്നത് വ്യക്തമായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രഹത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ടൊരു മാർഗ്ഗം ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് അതാണോ കുഴപ്പമെന്ന് അറിയണ്ടേ. അതാണ് യാത്രയുടെ പ്രാധാന്യം ഞാൻ പറയണത്. യാത്ര പോകാനായിട്ട് നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകാം, അല്ലേ? യാത്ര എന്ന് പറഞ്ഞാൽ പോയി അന്ന് തന്നെ വരാനല്ല ഉദ്ദേശിക്കുന്നത്. ഒരു 3-4 ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചിലവ് നോക്കിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ ഊട്ടി പോകണമെങ്കിൽ ഊട്ടി പോയിക്കോ, കൊടൈക്കനാൽ പോയിക്കോ, അല്ലെങ്കിൽ അമ്പലങ്ങളിലാണെങ്കിൽ അങ്ങനെ. ആത്മീയവാദികളുള്ള ആൾക്കാരാകുമ്പോൾ അമ്പലങ്ങളായിരിക്കും താല്പര്യം. എന്ന് വെച്ചാൽ അവിടെ തന്നെ പോകണമെന്ന് ഞാൻ നിർബന്ധം പറയണില്ല. എവിടെയായാലും നിങ്ങൾ പോയിട്ട് 2-3 ഡേയ്സ്, ഒരു മിനിമം ഒരു 3 ദിവസം, 3-4 വീട്ടിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോയി താമസിക്കാം. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും, നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരും. അതുമാത്രമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ എനർജി ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലെ എനർജി അല്ല അവിടെ ഉള്ളത്. ചിലപ്പോൾ അവിടെ നല്ല എനർജി ആയിരിക്കാം, മോശം എനർജി ആയിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഇവിടെ നിന്ന് മാറി വേറെയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ പ്രശ്നം അവിടെ ഉണ്ടാവില്ല. അവിടെ വേറെ എന്തെങ്കിലും ചിലപ്പോൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ദിവസം ചെന്ന് നിൽക്കണമെങ്കിൽ അത് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇതിനേക്കാളും മോശമായ അനുഭവം ചിലപ്പോൾ കിട്ടിയെന്നും വരാം. എല്ലാം സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്ഥലം പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചെല്ലുന്ന ഒരു മുറി, അത് കിടന്നുറങ്ങുന്നൊരു മുറി അതുപോലെ ഇരിക്കും. പക്ഷെ അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്നൊരു സ്ഥലമാണ്, നല്ല ഹോട്ടലാണ്, അല്ലെങ്കിൽ നല്ലൊരു വീടാണെങ്കിൽ നിങ്ങളവിടെ പോയി സ്റ്റേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എനർജി ഇഷ്യൂസ് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ വീട്ടിലാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളങ്ങനെ ചെക്ക് ചെയ്യുക. ഒരാൾ പറയണത്, അല്ലെങ്കിൽ ജോലിസിനോ അല്ലെങ്കിൽ ഒരു ഹീലറോ അല്ലെങ്കിൽ ഞാനോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരാൾ പറയണത് അപ്പാടി മുഴുവൻ നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളത് സ്വയം ബോധ്യപ്പെട്ടിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും പ്രായോഗികമായിട്ട് ബുദ്ധി എന്നാണ് ഞാൻ പറയൂ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു വിദ്യയാണ് എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒരാൾ പറയുന്നത് കേട്ടിട്ട് ചാടി വീണ് ചെയ്യല്ല വേണ്ടത്. അത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ബോധ്യം വരണം. അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന് നിങ്ങളുടെ വീട്ടിലുള്ള എനർജിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് അതേപടി ചിന്തിക്കുക. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എനിക്ക് മുമ്പ് ഓർമ്മ വന്നൊരു കാര്യം, ഇതുപോലെ തന്നെ ചില ഹോട്ടലുകളിലൊക്കെ ചെന്ന് താമസിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എനർജിയുടെ ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളിലും ഒക്കെ ഉള്ള ഏരിയയിലായതുകൊണ്ട് ഞാൻ പറയണത്. പക്ഷെ അല്ലാണ്ട് നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക നല്ല ഓപ്ഷനാണ്. കൊല്ലൂർ മൂകാംബികയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഹോട്ടലിൽ താമസിച്ചാലും അവിടെ എനർജിയുടെ പ്രശ്നമൊന്നും അനുഭവപ്പെടാനുള്ള സാധ്യതയില്ല. ഏത് ചെറിയ ഹോട്ടലിൽ കുഞ്ഞു റൂമിൽ കിടന്നാലും നിങ്ങൾക്ക് അവിടെ ഓക്കെ ആയിരിക്കും. കാരണം ആ ദേവിയുടെ ഒരു ചൈതന്യം അവിടെ ഉണ്ട്. ആ ഏരിയ മൊത്തം ഉണ്ട്. 2-3 കിലോമീറ്റർ അവർ ദേവിയുടെ ആ റേഡിയസിൽ ദേവിയുടെ ചൈതന്യം ഉള്ളതുകൊണ്ട് അവിടെ ഒരു കുഴപ്പം വരില്ല. അതല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം, ചോറ്റാനിക്കര അമ്പലം, അവിടങ്ങളിലൊക്കെ ചെന്നാലും ഇതേപോലെ തന്നെ ആ ഒരു ഫീലിംഗ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഗുരുവായൂർ താമസിച്ചിട്ടില്ല,
തൊട്ടരക്കണ്ട് ഞാൻ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് കിട്ടും എന്നേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ. കൊല്ലൂർ മൂകാംബികയിൽ സ്ഥിരമായിട്ട് ഞാൻ പോകുന്ന ആളാണ്, സ്ഥിരമായിട്ട് പോയി താമസിക്കുന്ന ആളാണ്. അവിടെ ഇതുവരെ എനിക്കൊരു ഇഷ്യൂ വന്നിട്ടില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക. അതുപോലെ വേറെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ക്ഷേത്രങ്ങളിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നല്ല ഹോട്ടലുകളിലോ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുക, അങ്ങനെ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട് പോവുക. എന്തെങ്കിലും ഹീലിങ്ങോ പരിപാടികളോ ആവാഹനമൊക്കെ ചെയ്യണമെങ്കിൽ അതിനുശേഷം മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പൈസയുടെ കാര്യത്തിൽ അതൊരു ലാഭം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ കുറേ പൈസ നിങ്ങളുടെ വെറുതെ വേസ്റ്റായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങൾക്ക് ഉണ്ടാവുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.